സൂര്യകാന്തി. ഗൗതത്തിന്റെ ശ്വാസം തട്ടുംതോറും ആര്യയ്ക്ക് എന്തോ ഒരു വല്ലായ്മ. അവന്റെ ഗന്ധം വീണ്ടും വീണ്ടും തട്ടുമ്പോൾ ആര്യയ്ക്ക് അവളുടെ മനസ്സ് കൈവിട്ടു പോകുന്നതുപോലെ തോന്നി. ഷോ, എൻ്റെ വിഘ്നേശ്വരാ! ആര്യനന്ദ! അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അവന്റെ ശബ്ദം കേട്ടപ്പോൾ ആര്യ ഞെട്ടി. ഇതുവരെ ആയിട്ടും ഒരു സ്ത്രീയോട് പോലും മോശമായിട്ട് പെരുമാറാത്ത എന്നെ നീ വെറും മറ്റവനാക്കി കളഞ്ഞു അല്ലേ? സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യത അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് ഈ ഗൗതം കൃഷ്ണ. പക്ഷേ നിന്റെ മനസ്സിൽ ഞാനൊരു ഞരമ്പ് രോഗി മാത്രമാണല്ലേ? എനിക്ക് ഒരാളോട് മാത്രമേ ഞരമ്പ് രോഗം തോന്നിയിട്ടുള്ളൂ. അവളെ തന്നെ കെട്ടി കൂടെ പൊറുപ്പിക്കുകയും ചെയ്യും ഈ ഗൗതം കൃഷ്ണ. കേട്ടോടി? ക്ഷോഭം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഗൗതം. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചെറിയൊരു പണിഷ്മെന്റ് വേണ്ടേ നിനക്ക്? വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ആര്യ തല വിലങ്ങനെ ആട്ടി. വേണ്ടേ നിനക്ക് എന്നു പറഞ്ഞ് വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ മുഖം ആര്യയിലേക്ക് അടുത്തതും അവൾ സർവശക്തിയും ഉപയോഗിച്ച് അവനെ ആഞ്ഞൊരു തള്ളലായിരുന്നു. ബാലൻസ് കിട്ടാതെ ഗൗതം പിറകിലേക്ക് വീണുപോന്നു. അവന്റെ തല പോയി ശക്തിയിൽ ഇടിച്ചു. ഗൗതം എഴുന്നേൽക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. ഇതുകണ്ട് ആര്യ ഭയന്ന് വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഓടാൻ പോയവളെ ഗൗതം തന്റെ വലതുകാൽ കൊണ്ട് ഒന്ന് തട്ടി. പിന്നിലെ ഭിത്തിയിൽ ഇടിച്ചു തന്നെ അവൾ നിന്നു. വല്ലാത്തൊരു മൂളലോടെ മേശമേൽ പിടിച്ചുകൊണ്ട് ഗൗതം ചാടി എഴുന്നേറ്റു. ഗൗതത്തിന്റെ കൈകൾ ആര്യയുടെ ഇടുപ്പിലായി അമർന്നു. അവൾ ഒന്ന് മേൽപോട്ടുയർന്നു. ഗൗതം ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഇടുപ്പിലായുള്ള അവന്റെ പിടുത്തം അല്പം കൂടി മുറുക്കി. അവളെ ഒന്ന് ആഞ്ഞു പുണർന്നപ്പോൾ അവളുടെ മാറിടങ്ങൾ പോലും വേദനിച്ചു. ആര്യയുടെ ആദരം നുകരാൻ അവന് അധിക സമയം വേണ്ടി വന്നില്ല. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി കവളിനെ നനയിച്ചുകൊണ്ടേയിരുന്നു. ഗൗതത്തിന്റെ പുറത്ത് ശക്തിയായി അവൾ ഒന്നടിച്ചു. നഖം കൊണ്ട് പോറൽ വീഴ്ത്തി. രക്തം കിനിഞ്ഞു. എന്നിട്ടും ഗൗതം അകന്നു മാറിയില്ല. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവനിലേക്ക് ചേർന്ന് ഒഴുകി. ചെറു ചൂടോടെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ അവനെ തലോടിയപ്പോൾ ഗൗതത്തിന് പൊള്ളൽ ഏറ്റതുപോലെ തോന്നി. പെട്ടെന്ന് അവൻ ആര്യയിൽ നിന്ന് അകന്നു മാറി. ഇനി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇത് നിന്റെ മനസ്സിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഗൗതം വാഷ്റൂമിലേക്ക് പോയി. ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി. സാറിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് താൻ ഇന്ന് ഈ ഓഫീസിലേക്ക് വന്നതോർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ശരിക്കും ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ നടന്നത്. എൻ്റെ നാക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ അതിനു പകരം അവളുടെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി. പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റു തന്നെയാണ്. മുൻപായിരുന്നെങ്കിൽ എന്നോട് പ്രണയമാണെന്ന് കരുതിയേണം. പക്ഷേ ഇപ്പോഴില്ല. വാഷ്റൂമിൽ നിന്നും ഗൗതം ഇറങ്ങി വന്നു. അവനെ കണ്ടതും ആര്യ എഴുന്നേറ്റു. നീ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം അവളുടെ മുന്നിലായി വന്നു നിന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഉള്ളിലൊരു പിടച്ചിലുണ്ടായെങ്കിലും അത് മറച്ചു വെച്ചു ഗൗതം. പെട്ടെന്ന് ഗൗതത്തിന്റെ കോളറിലായി പിടിച്ചുകൊണ്ട് ആര്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥയായതുകൊണ്ടല്ലേ എന്നോടിങ്ങനെ? ആര്യയുടെ ശബ്ദം ഇടറിയിരുന്നു. നന്ദാ! ഗൗതത്തിന്റെ വിളിയിൽ ഞെട്ടി നോക്കി ആര്യ. എന്നിട്ട് അത്യധികം ദേഷ്യത്തോടെ, വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ, അതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആര്യ ഗൗതത്തെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ക്യാബിൻ വിട്ടിറങ്ങി. ഇവളെ ഇനി എന്തു പറഞ്ഞ് മെരുക്കിയെടുക്കുമോ എന്തോ. എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചിട്ട് കയറാം. ഗൗതം മനസ്സിലായി വിചാരിച്ചുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. നന്ദയോട് അങ്ങനെ ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷേ പറ്റിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? വേറെ ആരോടുമല്ലല്ലോ, എൻ്റെ പെണ്ണിനോടല്ലേ? ഗൗതം ചിന്തിച്ചു. ക്യാബിനിൽ വന്നിരുന്ന് കുറേ കരഞ്ഞതിന് ശേഷം ആരോടും ഒന്നും പറയാതെ തൻ്റെ ബാഗുമെടുത്ത് വെളിയിലേക്ക് നടന്നു. മോളെ ആര്യ, ഇന്നെന്താ നിനക്ക് ജോലിയില്ലേ? മുത്തശ്ശി ചോദിച്ചു. അതോ ഇനി എന്തെങ്കിലും അവധിയോ മറ്റോ ആണോ? പതിവില്ലാത്ത സമയത്ത് സ്നേഹതീരത്തെത്തിയ ആര്യയോട് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശിക്ക് സംശയമായി. സാറ് വന്ന് വിളിച്ചതിന് പ്രകാരം ഇന്ന് ജോലിക്ക് പോയതാണല്ലോ. പിന്നെന്താ ഇത്ര പെട്ടെന്ന് തിരികെ വന്നതും? എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയ തലവേദനയാണ്. പിന്നെ അത്ര തിരക്കിട്ട് ചെയ്യേണ്ട ജോലിയൊന്നുമില്ലായിരുന്നു.
അവൾ അത് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ഹെൽത്ത് സെൻ്ററിൽ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, എല്ലാവരും കൂടി അവിടെ പോയതാ, മുത്തശ്ശി പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ. അവൾ റൂമിൽ കയറി വാതിൽ ചാരി. വേഷം പോലും മാറാതെ ബെഡിലേക്ക് വീണു. ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സ് ആർത്ത് വിതുമ്പുന്നു. പക്ഷേ സാധിക്കുന്നില്ല. തൻ്റെ മുഖം പാടിയാൽ ഇവിടെയുള്ളവർ കണ്ടുപിടിക്കും. ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ഒരിക്കലും ഗൗതം സാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് കരുതിയില്ല. ഉമിനീർ പറ്റിയപ്പോൾ കീഴ്ചുണ്ടിൽ വല്ലാത്ത നീറ്റൽ പോലെ. ശരീരമൊക്കെ വിങ്ങുകയാണ്. 23 വയസ്സായിരിക്കുന്നു. അതിന് തനിക്ക് ഇതുവരെയും ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല. ആരോടും ഒരു തർക്കുത്തരവും പറയാൻ പോലും മുതിർന്നിട്ടില്ല. എന്നിട്ടും ഇയാളോട് എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആര്യ നിർവികാരതയോടെ ഇരിക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു പുരുഷനും തന്നെ ഒന്ന് തൊട്ടിട്ടു പോലുമില്ല. സാറിൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധമാണ് ഇപ്പോഴും തന്നിൽ. ആര്യ ശ്വാസമെടുത്ത് വലിച്ചു. വല്ലാത്ത അറപ്പാണ് അവൾക്കപ്പോൾ തോന്നിയത്. മാറാനുള്ള ഡ്രസ്സും എടുത്ത് ആര്യ ബാത്റൂമിലേക്ക് പോയി. പൈപ്പ് തുറന്നുവിട്ട് കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കുന്തോറും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി തുടങ്ങി. മോളെ, ആര്യേ, മുത്തശ്ശിയാണ്. എന്താ മുത്തശ്ശി, ഇതെന്താ ഈ കാണിക്കുന്നത്? കുറേ സമയമായല്ലോ. പെട്ടെന്ന് കുളിച്ചിറങ്ങ്, അല്ലെങ്കിൽ പനിയോ ജലദോഷമോ മറ്റോ വരും കുട്ടി. വല്ലാത്ത തലവേദനയാ. ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് തോന്നി മുത്തശ്ശി, അതുകൊണ്ടാണ്. മുത്തശ്ശി പൊയ്ക്കോളൂ, ഞാൻ വരാം, ആര്യ പറഞ്ഞു. അവൾ കുറച്ചു സമയം കൂടി അങ്ങനെ നിന്നു. എന്നിട്ട് വേഗം തന്നെ കുളിച്ചിറങ്ങി. ഓഫീസിൽ നിന്ന് വിഷ്ണു പലതവണ ഫോൺ വിളിച്ചു. ആര്യ ഫോൺ എടുത്തില്ല. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിക്കൊണ്ട് മുറിയിൽ തന്നെ ഇരുന്നു. വേണ്ട, ഇനി ആ ജോലി വേണ്ട. അതുപോലെ തന്നെ അയാളെയും ഇനി കാണാനും വയ്യ. പക്ഷേ പോകാതിരുന്നാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. എൻ്റെ വിഘ്നേശ്വര. ഓരോന്നാലോചിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ കസേരയിൽ ചാരിയിരുന്നു. ഒരു തണുത്ത കരസ്പർശം പോലെ, ഒപ്പം നെറുകയിൽ ഒരു ചുംബനവും. ആര്യ ഞെട്ടി കണ്ണു തുറന്നു. ഓ, സ്വപ്നമായിരുന്നോ? അവൾ വിയർത്തുപോയി. ഇതെന്താ ഇങ്ങനെയൊരു സ്വപ്നം? മറക്കാൻ എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തെളിമയോടെ വരുന്നു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. ആരും എത്തിയില്ലേ ഇതുവരെയായിട്ടും? അവൾ നീളം വരാന്തയുടെ കോണിൽ കിടന്നൊരു കസേരയിൽ പോയി ഇരുന്നു. ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. അവൾ അത് എടുത്തു നോക്കി. ഓപ്പൺ ചെയ്തു. ഗൗതത്തിൻ്റെ മെസ്സേജാണ്. ഐ ആം സോറി നന്ദ, കം ടു ദ ഓഫീസ് ടുമാറോ അറ്റ് 10 o'clock. അല്ലെങ്കിലും ഞാൻ 6 മാസം കൂടി ഓഫീസിൽ പോയേ മതിയാകൂ. അവൾ ശ്വാസം വലിച്ചെടുത്തു. മോളെ, മോളെ, ഊണ് കഴിക്കാൻ വായോ? വരുവാ മുത്തശ്ശി. അവൾ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് പോയി. മുത്തശ്ശിയും ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് അവളുടെ അരികിലായി വന്നിരുന്നു. മുത്തശ്ശി കഴിച്ചില്ലായിരുന്നോ? ഇല്ല. ഷോ, വിശക്കുന്നില്ലേ? മോള് എഴുന്നേറ്റ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവരൊക്കെ പോയിട്ട് എന്താ വരാൻ വൈകുന്നേ? ഒരുപാട് ആളുകൾ കാണും, എല്ലാവരെയും ചെക്ക് ചെയ്യണ്ടേ? അതായിരിക്കും, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി എന്താ പോകാത്തത്? അടുത്ത മാസവും ഫ്രീ ചെക്കപ്പും ഉണ്ട്, അപ്പോൾ പോകാമെന്ന് കരുതി, മുത്തശ്ശി പറഞ്ഞു. അച്ചാറെടുത്ത് നാവിലേക്ക് വെച്ചതും അവൾ നിലവിളിച്ചു പോയി. അത് എന്താ മോളെ? ചുണ്ട് നീറുന്നു. മുറിഞ്ഞെന്നാ തോന്നുന്നേ. അവളുടെ കണ്ണിൽ നിന്നും കുടുകുട വെള്ളം ചാടി. എവിടാ മുറിഞ്ഞേ? കാണുന്നില്ലല്ലോ. അവർ അവളുടെ ചുണ്ട് പിളർത്തി നോക്കി. കീഴ്ചുണ്ടിൻ്റെ ഉൾവശത്തായി ലേശം രക്തം ഇനിഞ്ഞു കിടപ്പുണ്ട്. ഇതെന്തു പറ്റിയതാ മോളെ? അത് പിന്നെ കുളിക്കാൻ പോയപ്പോൾ ബാത്റൂമിൽ ഒന്ന് തെന്നി, ആ ഭിത്തിയിൽ ഇടിച്ചതാ, ആര്യ പറഞ്ഞു. സൂക്ഷിക്കണ്ടേ മോളെ? അവൾ ഒരു പ്രകാരത്തിൽ ഊണ് കഴിച്ച് എഴുന്നേറ്റ് വായ കഴുകി വന്ന് കട്ടിലേക്ക് കയറിയിരുന്നു. മോളെ, മുത്തശ്ശിയാണ്. ഒരു ചെറിയ പാത്രത്തിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഇത് അല്പം വെണ്ണയാണ്, ഇത് തടവിക്കോ, കരിഞ്ഞോളും. ആര്യ മുത്തശ്ശി പറഞ്ഞതുപോലെ ചെയ്തു. ആരോടും പറയണ്ട കേട്ടോ മുത്തശ്ശി, അവരൊക്കെ അറിഞ്ഞാൽ എന്നെ വഴക്കു പറയും. ഞാൻ ആരോടും പറയില്ല, ഇനി സൂക്ഷിച്ചോണം കേട്ടോ. ഓ മുത്തശ്ശി. അപ്പോഴേക്കും ഗേറ്റ് കടന്നു വരുന്നവരെ ആര്യ കണ്ടു. കല്ലുമോൾ ഓടി വന്ന് ആര്യയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, ഇന്ന് നേരത്തെ വന്നോ? ചേച്ചിക്ക്
നല്ല തലവേദന. കുറവില്ലാത്തതുകൊണ്ട് ഇങ്ങ് പോന്നു. എല്ലാ പേരോടും പോയ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ആര്യ അവളുടെ മുറിയിലേക്ക് നടന്നു.